അസ്സലാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്നാക്സിൻ്റെ വീഡിയോ ഒന്നല്ല കാണിക്കുന്നത്. പെരുന്നാളിങ് അടുത്തല്ലോ, അപ്പോൾ പെരുന്നാളിൻ്റെ ടൈമിൽ ബിരിയാണി വെക്കാൻ മടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കബ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ എനിക്കൊരു ഇഫ്താർ മീറ്റ് ഉണ്ടായിട്ട് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കബ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം ആവശ്യമുണ്ടാവില്ലേ, അപ്പോൾ അത്രയൊന്നും ടൈമില്ലാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കബ്സ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് കുരുമുളക്, കറുവാപ്പട്ട, ബേ ലീഫ്, നല്ല ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഒരു സ്റ്റാർ, ഇത്രയും ഒന്നങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവേണ്ടതില്ല, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ബസ്മതി റൈസിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഇഫ്താർ മീറ്റിന് പോകുന്നതായതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയാണോ റൈസും ചിക്കനും എടുക്കുന്നത് ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും സ്പൈസസും ഒക്കെ എടുക്കാൻ. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു കബ്സ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കബ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിലാണ് കബ്സ റെഡിയാക്കി എടുക്കുന്നത്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നങ്ങ് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റാക്കി എടുക്കേണ്ടതില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളൊന്നുമില്ല, കുറച്ച് പൊടികളെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല പൊടി ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ കബ്സയാണല്ലോ, അപ്പോൾ ആ ഒരു പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പട്ട പൊടിച്ചതാണ്, നമ്മുടെ കറുപ്പയുണ്ടല്ലോ, അത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരുപാട് വലിയ പീസും തീരെ ചെറുതുമായി പോകേണ്ടതില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊരു 2 എണ്ണം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഉപ്പ് എക്സ്ട്രാ ഈ ഒരു ചിക്കന് വേണ്ടിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആ ഒരു ചിക്കൻ ഒന്നങ്ങ് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ചിക്കൻ ചെറുതായി ഒന്ന് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നമ്മൾ നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് മിക്സിയിൽ നിന്ന് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ജ്യൂസ് പോലെ ഒന്നും ആക്കി എടുക്കേണ്ടതില്ല, ചെറിയ തരികളോട് കൂടിയിട്ട് ഒന്നങ്ങ് അരച്ചെടുത്തിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വീണ്ടും ആ ഒരു ചിക്കൻ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു ചിക്കൻ മുഴുവനായിട്ട് വെന്തിട്ടില്ലല്ലോ, ചെറുതായി ഒന്ന് കളറ് മാറി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തക്കാളിയുടെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും റൈസിൻ്റെയും ഒക്കെ അളവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു ചിക്കനിലുള്ള വെള്ളവും തക്കാളിയിലെ വെള്ളവും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുക. അപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം കുറച്ചിട്ട് എടുത്താൽ മതിയാകും, കാരണം ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുക. ഇനിയിപ്പോൾ തിളച്ച വെള്ളം നമ്മൾ എടുത്ത റൈസിനനുസരിച്ചിട്ടുള്ള തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് മാത്രമാണ് ഇട്ട് കൊടുത്തത്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് 2 ഉണക്ക നാരങ്ങ ആണ്. ഉണക്ക നാരങ്ങ അത് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കബ്സയിൽ ചേർത്ത് കൊടുക്കണം. ആ ഒരു ഫ്ലേവർ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതൊരു 3/4 ഭാഗത്തോളം വേവാകുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു റൈസിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാർക്കോൾ ഉണ്ടല്ലോ, ചാർക്കോൾ നല്ലോണം കത്തിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം നടുവിൽ വെച്ചിട്ട് നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് കത്തിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചാർക്കോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്മോക്ക് പുറത്ത് പോവാത്ത തരത്തിൽ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് അടിയിലൊരു ദോശക്കല്ലോ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അതിന് മുകളിൽ ഈ ഒരു റൈസ് വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുക.
ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബിരിയാണിയൊക്കെ പോലെ കുറേ സവാള വയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പെരുന്നാളിന് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കബ്സ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ ടൈമിൽ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കബ്സ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പുതിയ റെസിപ്പീസ് കാണണമെന്നുണ്ടെങ്കിൽ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.